നമ്മൾ ഈ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഉപ്പിടാറില്ലേ? ഈ ഉപ്പിനൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉപ്പ് കൂടിയാലും ഉപ്പ് കുറഞ്ഞാലും ചിലപ്പോൾ കുറഞ്ഞ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ കൂടിക്കഴിഞ്ഞാൽ കറി മൊത്തമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം യൂട്യൂബിലുണ്ട്. ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അതിനെ നമ്മൾ ഓവറായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ചാനലിനെ തന്നെ തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അതിനു മുന്നേ സാധാരണ ആളുകൾ എങ്ങനെയാണ് വീഡിയോ എടുക്കാറ് എന്നതും അപ്ലോഡ് ചെയ്ത ശേഷം അവരെന്താണ് ചെയ്യാറ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഈ വീഡിയോ നമുക്ക് തന്നത് ഗ്രൂപ്പിലുള്ള ഫാത്തിമയാണ്. ഫാത്തിമ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഷൂട്ട് ചെയ്ത് തന്നെയാണ്. ആൾ സാധാരണ ചെയ്യുന്ന വീഡിയോനേക്കാളും നന്നായിട്ടാണ് ഇത് ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇന്നലെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ വ്യത്യസ്തമായ രുചിയിലൊരട അവളുടെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാന്ന് പറഞ്ഞു. രുചിയുടെ കുട്ടൻസ് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു അതൊന്ന് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യണമെന്ന്. അവളോട് പറഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ, കാരണം അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. തേങ്ങ വറുത്ത് ചില പൊടിക്കൈകൾ ചേർക്കുക എന്നുള്ളതാണ് ഇതിന്റെ രുചി രഹസ്യം. രുചിയും മഞ്ചും നിറച്ച് നമ്മുടെ അട ഇത് റെഡിയായി. ഇനി ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം. എന്റെ ഫ്രണ്ടിന്റെ റെസ്പോൺസ് കാണാൻ എനിക്ക് ശരിക്കും എക്സൈറ്റ്മെന്റ് ഉണ്ട്. എഡിറ്റിംഗ് കഴിഞ്ഞു, ഇനി ഇത് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ ചാനൽ എടുക്കാം. MARITOZ മാരിറ്റോസ്. ഓക്കെ, ഇതാ എൻ്റെ വീഡിയോ ഉണ്ട്, അപ്ലോഡ് ചെയ്തു. ഓക്കെ, 25 യാ അപ്ലോഡഡ് ആയി. ഇത് അവൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അവൾക്ക് മാത്രമല്ല അവളുള്ള എല്ലാ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താലോ. ഇനി എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ആക്കണം, അപ്പോഴേ നല്ല വ്യൂസ് കിട്ടൂ. ഓക്കെ, അപ്പോൾ എല്ലാത്തിലേക്കും ഞാൻ ഷെയർ ചെയ്ത് ഇനി അവളെ ഉമ്മാക്കും കൂടെ ഒന്ന് അയച്ചാലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയിൽ ഒരു തെറ്റുണ്ട്, ഒരു ശരിയുണ്ട്. കാരണം ഒരേ ടൂളാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, അവർ ഷെയർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, വാട്സപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നത്. അതിൽ തെറ്റുമുണ്ട് ശരിയുമുണ്ട്. അതിലെന്താണ് തെറ്റ് എന്നും എന്താണ് ശരിയെന്ന് കമൻറ്റ് ചെയ്യാം. സാധാരണയായിട്ട് യൂട്യൂബിലേക്ക് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? യൂട്യൂബ് ആദ്യം ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ അയക്കുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ പല ആളുകളിലേക്കും അയക്കും. അങ്ങനെ നമ്മൾ സബ് ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് നോട്ടിഫിക്കേഷൻ പോവുകയും അവർ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. എന്നാൽ ഇവിടെ പ്രശ്നം പറ്റുന്നത് പലർക്കും എന്ന് പറഞ്ഞാൽ പലരും സബ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കാറുണ്ട്. പിന്നെ അവിടെ മറ്റൊരു പ്രശ്നം വരുന്നത് പെയ്ഡായിട്ട് നമ്മൾ നേടിയ സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞിട്ട് നേടിയ സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അത് വെറും ഒരു കൗണ്ടായിട്ട് അവിടെ കിടക്കും. ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ടാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുക. ഈ ഒരു സംഭവം കഴിഞ്ഞാൽ യൂട്യൂബ് ചെയ്യുന്ന അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇംപ്രഷൻസ് അയക്കുക എന്നുള്ള. ഇംപ്രഷൻസ് പറഞ്ഞാൽ ഓരോ ആളുകളിലേക്കും ഈ വീഡിയോയെ സെൻഡ് ചെയ്യുക, അവരെ ബ്രൗസ് ഫീച്ചറിലേക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ അനലറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ, ഒരു വീഡിയോൻ്റെ അനലറ്റിക്സ് ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ റീച്ച് എടുക്കുക. ഈ റീച്ചിൽ ആണ് നമുക്ക് ഈ ഇംപ്രഷൻസും കാര്യങ്ങളെല്ലാം കാണുക. ഇതിപ്പോൾ മൈൻഡ് മെൻഡ് വിത്ത് ധന്യ എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പറാണ്, ഞാൻ മെൻറ്റർ ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം നോട്ടിഫിക്കേഷൻസ് ആണ് പിന്നെ നമുക്ക് യൂട്യൂബ് അയക്കുക എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ അയക്കും, അതിനുശേഷം പിന്നെ ഇംപ്രഷൻസ് കൂടും, അങ്ങനെ ഓരോന്നായിട്ടാണ് വ്യൂസ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന അവിടെ 2.5% ആണ് നോട്ടിഫിക്കേഷനിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് വ്യൂസ് ഫ്രം ഇത് കാണാം, ആൻഡ് ഇമെയിൽ സെൻഡ് ടു സബ്സ്ക്രൈബേഴ്സ്. അതായത് ഇമെയിൽ അയച്ചിട്ടും നോട്ടിഫിക്കേഷനിലൂടെ ഒക്കെ. ഇമെയിൽ പറഞ്ഞാൽ യൂട്യൂബിൻ്റെ തന്നെ മെയിൽ പോകുന്നുണ്ട്. പലർക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, യൂട്യൂബിൻ്റെ മെയിൽ ഇങ്ങനെ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതുവഴിയൊക്കെ കണ്ട ആൾക്കാരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സജസ്റ്റഡ് വീഡിയോ ആണ്, ബ്രൗസ് ഫീച്ചർ വഴിയുള്ള വ്യൂസ് ആണ് വന്നിരിക്കുന്നത്. വീഡിയോ അല്ല, വ്യൂസ്, സോറി പറയാൻ മാറിപ്പോയത്. അപ്പോൾ നമുക്ക് റീച്ച് ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇംപ്രഷൻസ് കാണും. ഇംപ്രഷൻസ് എന്ന് പറയുന്നത് യൂട്യൂബ് ഈ വീഡിയോ എത്ര പേരിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് ഇംപ്രഷൻസ് പറയുന്നത്. അപ്പോൾ ഈ ഇംപ്രഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇത്രയും ആളുകളിലേക്ക് യൂട്യൂബ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വന്നിട്ടിരിക്കുന്ന വ്യൂസ് കുറവാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ 14,700 പേരിലേക്ക് അയച്ചിട്ട് വന്ന വ്യൂസ് 474 ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ CTR കുറവാണ്. അതായത് തമ്പനയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ വരുന്നത് കുറവാണ്. അത് പല പല റീസൺസ് ആവും. കാരണം ഈ ചാനൽ റീസെൻറ്റ് വീഡിയോസൊക്കെ ഇൻ്റർവ്യൂസ് ആയിരുന്നു. ഇൻ്റർവ്യൂ മോഡിൽ നിന്ന് മാറിയപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്തതായിരിക്കും. അങ്ങനെ പല റീസൺസ് ഉണ്ട് ഇതിന്. അതിപ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാം എന്തായാലും. പിന്നെ തമ്പനയിൽ ചില ചേഞ്ചസ് വരുത്താനുണ്ട്. അപ്പോൾ യുണീക്കായിട്ട് വന്ന ആൾക്കാർ 445 ആൾക്കാർ യുണീക്ക് വ്യൂവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. CTR കുറവാണെന്നേ ഉള്ളൂ. അത് എനിക്ക് കയറി പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ റീച്ചിലെത്തിയത്. അപ്പം ഇംപ്രഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇംപ്രഷൻസ് പറഞ്ഞാൽ യൂട്യൂബ് ആളുകളിലേക്ക് അയക്കുന്ന നമ്പേഴ്സ്, അതായത് എത്ര പേരിലേക്ക് എത്തിച്ചു വീഡിയോ എന്നുള്ളതിൻ്റെ കണക്കാണ് ഇംപ്രഷൻസ് പറയുന്നത്.
ഇനി ഈ ഇംപ്രഷൻസ് നിന്നാണ് യൂട്യൂബ് ഈ വീഡിയോനെ മനസ്സിലാക്കുന്നത്. അതായത് ഓരോരോ ആളുകളിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് എത്രത്തോളം റെസ്പോൺസ് തിരിച്ചു വരുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു, അവർ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ലൈക്ക് ചെയ്യുന്നുണ്ടോ, സബ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ യൂട്യൂബ് പഠിച്ചിട്ടാണ് നിങ്ങളുടെ വീഡിയോസ് റീച്ച് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ നോർമലി നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻസ് ആണ് പോവുക. പിന്നെ ഇംപ്രഷൻസ് വളരെ സ്ലോ ആയിട്ട് തുടങ്ങും. അതായത് ഇപ്പോൾ 14,000 ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടുള്ള ഇംപ്രഷൻസ് ആയിരിക്കാം. പക്ഷേ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ആദ്യം ഒരു 100, 150 അല്ലെങ്കിൽ 10, പലർക്കും ഇപ്പം 10, 20, 50 അങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ നമ്പർ ഇംപ്രഷൻസ് തുടങ്ങിയിട്ടാണ് വലിയ നമ്പറിലേക്ക് പോകുന്നത്. പിന്നെ അതിൻ്റെ മറ്റ് ഘടകങ്ങൾ ഇതിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ തമ്പനെയിൽസ് ഒക്കെ എടുക്കുക. എന്നാൽ നമ്മൾ ഇപ്പോൾ ഇംപ്രഷൻസിനെ കുറിച്ച് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതെന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഗ്രൂപ്പിലിട്ടു, ഗ്രൂപ്പിൽ ഒരു 10 ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തു. ഈ 10 ഗ്രൂപ്പിലും 200ഓളം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ടോട്ടൽ 2000 ആളുകളുണ്ട്. 2000 ആളുകളിൽ നിന്ന് ശരാശരി നമ്മൾ കണക്ക് കിട്ടുന്നത് ഒരു 20 ആൾ കണ്ടു എന്ന് വിചാരിക്കും. അപ്പോൾ 10 ഗ്രൂപ്പിൽ നിന്നായിട്ട് 20 ആൾ എന്ന് പറയുമ്പോൾ 200 ആൾ. ഈ 200 ആൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ചാനലിലേക്ക് വന്നു. എന്താണെന്ന് നോക്കാൻ, ജസ്റ്റ് നിങ്ങൾ തുടങ്ങുന്ന ഇൻട്രോൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹൂക്കിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമായിരിക്കാം. പക്ഷെ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 3-4 സെക്കൻഡിനുള്ളിൽ തന്നെ ക്ലോസ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഇവിടത്തേക്ക് ആൾക്കാർ വന്നല്ലോ, വ്യൂവേഴ്സ് വന്നല്ലോ. ഈ വരുന്നതിന് എന്ത് ചെയ്യും? യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ 200 ആൾക്കാർ വന്നു. ഇംപ്രഷൻസ് പോയത് വളരെ ചുരുക്കം. അതായത് 50ഓളം ഇംപ്രഷൻസ് മാത്രമേ പോയിട്ടുള്ളൂ. ഇംപ്രഷൻസിനേക്കാളും അധികം എന്ത് ചെയ്തു? വ്യൂസ് വന്നു. ആ വന്ന വ്യൂസ് എവിടെ നിന്ന് വന്നു എന്ന് യൂട്യൂബ് പരിശോധിക്കും. ആ പരിശോധിക്കുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവും അത് ആ ലിങ്ക് ഷെയർ ചെയ്തിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് വന്ന ഇത് എന്ത് ചെയ്യും? യൂട്യൂബ് നേരെ കാൽക്കുലേറ്റ് ചെയ്യുക എക്സ്റ്റേണൽ വ്യൂ ആയിട്ടാണ്. അതായത് പുറത്ത് നിന്ന് വന്ന ഇതിൻ്റെ പുറത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ട് വന്നതാണ്, എക്സ്റ്റേണൽ വ്യൂസ് ആയിട്ടാണ് കണക്കൂട്ടുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഒരു ചാനലിൻ്റെ ഹെൽത്ത് നോക്കുമ്പോൾ, അതായത് ചാനൽ എങ്ങനെയുണ്ട് എന്ന് നോക്കുമ്പോൾ, ഞാനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാൻ പലരും തരുന്ന സമയത്ത് നോക്കുക, ഇതാണ്. ഇതിൽ കണ്ടോ, ആദ്യത്തേത് സജസ്റ്റഡ് വീഡിയോസ്, രണ്ടാമത്തേത് ബ്രൗസ് ഫീച്ചർ, മൂന്നാമത്തെ യൂട്യൂബ് സെർച്ച്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. ചിലപ്പോൾ ബ്രൗസ് ഫീച്ചർ ആയിരിക്കാം കൂടുതൽ, സജസ്റ്റഡ് വീഡിയോ താഴെയായിരിക്കും. പക്ഷേ ഏറ്റവും മുകളിൽ എക്സ്റ്റേണൽ വ്യൂ ആണെങ്കിൽ അതാണ് നിങ്ങളുടെ ചാനലിൻ്റെ പ്രശ്നം. ആ എക്സ്റ്റേണൽ വ്യൂസ് കൂടിക്കഴിഞ്ഞാൽ യൂട്യൂബ് എന്ത് ചെയ്യില്ല? ഈ സജസ്റ്റഡ് വീഡിയോസും റെക്കമെൻഡേഷനും ഒക്കെ കുറയും. യൂട്യൂബായിട്ട് അതിനെ പിന്നെ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, യൂട്യൂബിൻ്റെ ഒരു ഇതിനെ മറികടന്നിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പിന്നെ ഈ റെക്കമെൻഡേഷൻ സിസ്റ്റം ഒക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യുകയും ആ ലിങ്ക് വഴി ഒരുപാട് ആൾക്കാരും വരികയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? യൂട്യൂബ് എക്സ്റ്റേണൽ വ്യൂസ് ആണ് കൂടുതൽ എന്ന് മനസ്സിലാക്കി ഓർഗാനിക്കായിട്ട്, അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു യൂട്യൂബിന് ഇംപ്രഷൻ അയച്ചു വരുന്ന ഓർഗാനിക് റീച്ച് ഉണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറത്തേക്ക് ലിങ്ക് വഴിയാണ് ഷെയറിങ് വന്നിട്ടുള്ളത്, ഷെയറിങ് ചെയ്ത് വ്യൂസ് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് കുറയും. ഇതാണ് ബേസിക്കലി എല്ലാവരുടെ ചാനലിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ടെൻഷൻ കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ് പലരും ചെയ്യുന്നത്, അറിയാം. കാരണം ടെൻഷൻ കൊണ്ട് ഇതിപ്പം ചാനലിൻ്റെ വ്യൂസ് പറഞ്ഞല്ലോ, വീഡിയോ ഇട്ടിട്ട് ഒരു അനക്കില്ല, ആരും കാണുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഈ പലരും ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ, എനിക്കില്ലാതൊന്നുമില്ല, എനിക്കും ഈ പറഞ്ഞ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ക്ഷമിച്ചിട്ട് ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുക, എത്ര ഇംപ്രഷൻസ് വന്നു നോക്കുക, എത്ര CTR വന്നു നോക്കുക. അപ്പോൾ ഇംപ്രഷൻസ് ഒരു 1000, 1500 ഇംപ്രഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വേണമെങ്കിൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഷെയർ ചെയ്തോ, കുഴപ്പമില്ല. അപ്പോൾ അവിടുന്ന് ഷെയർ ചെയ്തിട്ട് ആൾക്കാർ കാണാതെ പോയാൽ അത് പ്രശ്നം, അപ്പോഴും പ്രശ്നം ബാക്കി നിൽക്കുകയാണ്. എനിക്ക് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വലിയ രീതിയിൽ നിങ്ങളുടെ ചാനലിൽ എഫക്റ്റ് ചെയ്യാതെ നിങ്ങളോട് പോയിക്കോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ശരിയും തെറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പിന്നെ ആളുകൾക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത്, പേഴ്സണലി അയക്കുന്ന സമയത്ത് അവർക്ക് പിന്നെ 3-4 ആൾക്കാർ, 5-10 ആൾക്കാർ നമ്മൾ പേഴ്സണൽ സർക്കിളിലുള്ള ആൾക്കാർക്ക് അയച്ചാലൊന്നും കുഴപ്പമില്ല. കാരണം അവർ വന്ന് കണ്ട് ഇത് വീഡിയോ മൊത്തം കണ്ട് ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യും, അതൊന്നും വിഷയമല്ല. അപ്പം മാസമായിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് നിങ്ങൾ 2000 ആൾക്കാർ അതുപോലെ ഒരുപാട് ഗ്രൂപ്പിലേക്കൊക്കെ അയക്കേണ്ടതാണ് പറഞ്ഞത്. പലപ്പോഴും ഇവർ ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടോ, എക്സ്റ്റേണൽ സൈറ്റ് ഓർ ആപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇത് പറയുന്നത് അവർ ഏതൊക്കെ സോഴ്സ് വഴിയാണ് ഇത് വീഡിയോസ് കണ്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെയൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും, പേഴ്സണലി വരുന്നുണ്ടാവും. ഇതും വലിയ രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്യില്ല, എല്ലാത്തിനും ഉണ്ടാവും. ചെറിയ പെർസെൻറ്റേജല്ലേ ഉള്ളൂ, 8%, 0.8 ഉള്ളൂ. അതുപോലെ നോട്ടിഫിക്കേഷൻ നോക്കുക, ബെൽ നോട്ടിഫിക്കേഷൻ സെൻഡ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത പാടെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ ഫോണിലൊക്കെ വരുന്നില്ല. അതാണ്
അത് 100% ഉണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് വളരെ കുറവാണ്. അത് നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് വീഡിയോ കണ്ട ആളുകൾ വളരെ അപൂർവമാണ്. 0.80 ഉള്ളൂ. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറയട്ടെ, പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ 99 രൂപയ്ക്ക് എടുത്ത ക്ലാസ് ഇപ്പോൾ അവൈലബിൾ ആണോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ ലിങ്ക്, ബൈ ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ കഥ പറയാനാണെങ്കിലും കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ എന്തായാലും വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും. അതിനുള്ള ആപ്പുകൾ, അതുപോലെ ഏതൊക്കെ AI ഫീച്ചേഴ്സ് ഉപയോഗിക്കാം, മൈക്ക് ഏത് ഉപയോഗിക്കണം, അതുപോലെ എങ്ങനെ സംസാരിക്കണം എന്നതടക്കമുള്ള ഒരു കോഴ്സ് നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് നോക്കുക. കണ്ണൂരുകാരായിട്ടുള്ള യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോ അതുപോലെ ഫുഡ് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്ത മറ്റൊരു ലിങ്ക് ഉണ്ട്. അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യം ഉണ്ട്. നമ്മളൊരു പ്രോഗ്രാം ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണൂരുകാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ല. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ആയാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമിന് വരാൻ പറ്റുമെങ്കിൽ, യൂട്യൂബിൻ്റെ പ്രോഗ്രാമല്ല കേട്ടോ, നമ്മൾ മറ്റൊരു സംഘടനയുടെ പ്രോഗ്രാമാണ്. എന്നാലും നിങ്ങൾക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഫില്ല് ചെയ്യാം. സൗകര്യം നോക്കിയിട്ടാണ് ഞാൻ കണ്ണൂരുകാർ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലക്കാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് പിന്നിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ടോപ്പിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിന് നല്ല ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കുകളൊക്കെ ചിലപ്പോൾ വലിയ വലിയ ടോപ്പിക്കുകളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.